ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ റിസൾട്ടൊക്കെ വന്നു. ആദ്യം തന്നെ തോറ്റ മക്കൾക്കും ജയിച്ച മക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും കേട്ടോ. അപ്പോൾ തോറ്റു എന്ന് കരുതിയിട്ട് ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഒരു A+ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ A+ഉം B+ ഒക്കെ കിട്ടൽ തുടങ്ങി. ഈ ജയവും തോൽവിയൊന്നും ഒന്നിൻ്റെയും മാനദണ്ഡമല്ല കേട്ടോ. നമുക്ക് +2ക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് SLC. അപ്പം അത് തോറ്റു എന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെടുക അല്ലെങ്കിൽ മക്കളോട് ദേഷ്യപ്പെടുക അതൊന്നും ഒരു രക്ഷിതാക്കളും ചെയ്യരുത് കേട്ടോ. കാരണം അടുത്ത വീട്ടിലെ ആ കുട്ടിക്ക് അത്ര മാർക്ക് കിട്ടി, ഇവർക്ക് ഇത്ര കിട്ടി, നിനക്കൊന്നും കിട്ടിയില്ല, അത് കരുതിയിട്ടൊന്നും അങ്ങനെയൊന്നും മക്കളെ കുറ്റപ്പെടുത്തരുത്. കാരണം തോറ്റ മക്കളായിരിക്കും അല്ലേ നാളത്തെ ഭാവി തലമുറൻ്റെ ചിലപ്പോൾ നല്ല നെടുന്തൂണെന്നൊക്കെ പറയില്ലേ, അവർ ഈ തോറ്റ മക്കളായിരിക്കും. അപ്പം നമ്മൾ ആരും കുറ്റപ്പെടുത്തരുത്. നന്നായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് എന്തറിയോ, നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മോട്ടിവേഷനാണ്. കുറ്റപ്പെടുത്തരുത്. നമ്മൾ അവരെ താഴ്ത്തി സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കത് അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തോറ്റാലും ജയിച്ചാലും ആ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് പറഞ്ഞിട്ട് ഇതാക്കുക, അല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരിക്കലും സംസാരിക്കരുത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ.